എല്ലാ കണ്ണുകളും ഇപ്പോൾ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ആരും പ്രതീക്ഷിക്കാത്ത ചില അത്ഭുതങ്ങൾക്ക് തമിഴകത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് പലരുമുള്ളത്. പറഞ്ഞു വരുന്നത് നടൻ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ മുന്നേറ്റത്തെ പറ്റി തന്നെയാണ്. ചലച്ചിത്ര താരങ്ങൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരുന്നതും ജനമനസ്സുകൾ കീഴടക്കുന്നതും തമിഴകത്തിൽ പുതുമയുള്ള കാര്യമൊന്നുമല്ല. എന്നാൽ പഴമയുടെയും ചരിത്രത്തിന്റെയും തനിപ്പകർപ്പ് വീണ്ടും ആവർത്തിക്കപ്പെടുമോ എന്ന ചിന്തയിലാണ് തമിഴ് രാഷ്ട്രീയം. എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെ അവസാനിക്കുമെന്ന് പലരും വിധിയെഴുതിയതാണ് വിജയുടെ രാഷ്ട്രീയ പാർട്ടിയെ പറ്റി. എന്നാൽ എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് പല ഘട്ടങ്ങളിലും പ്രവർത്തനങ്ങളും പ്രതികരണങ്ങളും ഒക്കെയായി വിജയുടെ പാർട്ടി തമിഴകത്ത് സജീവമാണ്. ഇപ്പോഴിതാ സൂപ്പർ താരം വിജയ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയായ തമിഴക വെട്രിക്കഴകം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. വെള്ളിത്തിരയിലെ ജനപ്രിയനായ ദളപതിയുടെ ഈ പ്രഖ്യാപനം MK സ്റ്റാലിന്റെ നേതൃത്വത്തിലുള്ള DMK സർക്കാരിന് വലിയ വെല്ലുവിളി ഉയർത്തുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ. സംസ്ഥാന രാഷ്ട്രീയത്തിൽ TVK ഒരു നിർണായക ശക്തിയായി വളർത്തുക എന്ന ലക്ഷ്യത്തോടെ നടൻ വിജയ് ഈ വർഷം സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെ തമിഴ്നാട് മുഴുവൻ പര്യടനം ആരംഭിക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടി ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഈ നീക്കം. താരം നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങുന്ന ഈ പര്യടനം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏറ്റവും പ്രധാനമായി TVK BJPയുമായി ഒരു സഖ്യത്തിലും ഏർപ്പെടില്ലെന്ന് വിജയ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിന്റെ മതേതര നിലപാടിനെ കൂടിയാണ് വ്യക്തമാക്കുന്നത്. തമിഴ് മക്കളുടെ ഇഷ്ടനടൻ ഇളയ ദളപതി വിജയുടെ രാഷ്ട്രീയ വരവിനെ കുറിച്ച് വർഷങ്ങളായി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. ഒടുവിൽ ഈ ഊഹാപോഹങ്ങൾക്ക് വിരാമമിട്ട് 2024 ഫെബ്രുവരിയിലാണ് തമിഴക വെട്രിക്കഴകം ഔദ്യോഗികമായി നിലവിൽ വന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് അന്ന് തന്നെ വിജയ് പ്രഖ്യാപിച്ചിരുന്നു. പകരം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ അടിത്തറ കെട്ടിപ്പടുക്കുന്നതിനും ജനകീയ പിന്തുണ ഉറപ്പാക്കുന്നതിനും ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ തീരുമാനം. വിജയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ അദ്ദേഹത്തിന് മുന്നിൽ ഇനിയുള്ളത് വലിയൊരു വെല്ലുവിളിയാണ്. പുതുതായി ആരംഭിച്ച ഒരു പാർട്ടിയെ നയിച്ച് തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്റെ ദൗത്യം. മുഖ്യമന്ത്രി MK സ്റ്റാലിനെ ഒന്നുമല്ലാതാക്കാനുള്ള ശ്രമത്തിൽ ഭരണകക്ഷിയായ DMKയുടെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയെയും വെല്ലുവിളിക്കേണ്ടതുണ്ട്. ഒരു വർഷം പോലും തികയാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് അത്യന്തം ശ്രമകരമായ കാര്യമായി തോന്നാമെങ്കിലും നടൻ എന്ന നിലയിലുള്ള വിജയുടെ ജനപ്രീതിയെ അത്ര വില കുറച്ച് കാണാനാകില്ല. MGRും ജയലളിതയും തമിഴ്നാട്ടിൽ സൃഷ്ടിച്ച രാഷ്ട്രീയ തരംഗങ്ങൾ സിനിമയിലെ ജനപ്രീതിയുടെ പിൻബലത്തിലായിരുന്നു. വിജയ്ക്ക് അത്തരം ഒരു അത്ഭുതം ആവർത്തിക്കാൻ കഴിയുമോ എന്ന് ഉറ്റുനോക്കുകയാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ. അദ്ദേഹത്തിന്റെ ആരാധക വൃന്ദം വോട്ടുകളാക്കി മാറ്റാൻ കഴിഞ്ഞാൽ അത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വഴിയൊരുക്കുക വലിയൊരു മാറ്റത്തിന് തന്നെയായിരിക്കുമെന്നതിൽ തർക്കമില്ല. നിലവിൽ DMKയും AIADMKയും തമ്മിലുള്ള ശക്തമായ മത്സരമാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിലുള്ളത്. വിജയുടെ TVK കൂടി കടന്നു വരുന്നതോടെ ഈ ദ്വിമുഖ മത്സരത്തിൽ ഒരു പുതിയ മാനം കൈവരും. അഴിമതിയും ജനക്ഷേമവുമാണ് വിജയ് പ്രധാന പ്രചാരണ വിഷയങ്ങളാക്കാൻ സാധ്യത. ഒപ്പം തമിഴ് ദേശീയതയിലും ദ്രാവിഡ രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ നിലപാടുകളും നിർണായകമാകും. തമിഴ് രാഷ്ട്രീയം എപ്പോഴും അത്ഭുതങ്ങളുടെ രാഷ്ട്രീയ കളരി കൂടിയാണ്. ആ അത്ഭുത കളരിയിൽ നടൻ വിജയ് അത്ഭുതം തീർക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.